എത്ര രൂപ മറിച്ചിട്ടാണ് നിൽക്കണമെന്ന് അറിയാമോ? ആ പുതിയ സൈറ്റിൽ എഞ്ചിനീയർ പണി ചെയ്യുന്നതാണ് എനിക്ക്. ഞാൻ നിന്റെ അടുത്ത് പറയാത്തതാണ്. എത്ര രൂപ മറിച്ച് പറ, എത്ര രൂപ മറിച്ചത്? പറഞ്ഞിട്ട് എന്തിയെ? എന്ത് വേണമെങ്കിലും ചെയ്തു. അവസാനം എല്ലാവരുടെ അടുത്ത് നിങ്ങളെ തലേ വെക്കരുത്, അത്രേ ഉള്ളൂ. എന്താണ് അളിയൻ വർക്ക് പിടിച്ചിട്ട് എന്തൊക്കെ ബാധ്യത എടുത്ത് തലേ വെച്ചേക്കാന്ന്. എന്താണ് പ്രശ്നം? എന്താണ്? എടാ നീ എവിടെ പറയണ കേട്ടോ കിടന്നത് ചാടല്ലേ? പുതിയ സൈറ്റിൽ എഞ്ചിനീയർ കുറച്ച് പെൻഡിങ് ആണ്, പൈസ ഡിലേ ആയിട്ട് തരുള്ളൂ. വെറുതെ ഏടാ ഗുണങ്ങൾ പോയി ചാടാതെ എളിയാ. അല്ല പൈസ ആവശ്യമുണ്ടെങ്കിൽ ഞാൻ തരാം. വേണ്ടളിയാ, പൈസ ഇടപാട് നമ്മൾ തമ്മിൽ വേണ്ട, അത് പ്രശ്നമാവും. നിൻ്റെ കയ്യിലുള്ള പൈസ നിൻ്റെ ആയിരിക്കട്ട്, എൻ്റെ കയ്യിലുള്ള പൈസ എൻ്റെ ആയിരിക്കട്ടെ. എൻ്റെ പൈസ ഇല്ല എന്നാലും ഞാൻ പറയണം, അത് ബുദ്ധിമുട്ടാവും. നീലു, നിൻ്റെ വല്ല പൈസ ഇരിക്കണോ? എൻ്റെ എവിടുന്ന പൈസ? നിൻ്റെ ഉള്ള പൈസ ഒക്കെ തീർന്നാ? എൻ്റെ മാലു 75,000 രൂപയാണ് ആകെ സാലറി കിട്ടുന്നത്, അറിയാലോ. അതിൽ നിന്ന് എല്ലാ പിടുത്തവും കഴിഞ്ഞ് 62,000 രൂപയാണ് എൻ്റെ കയ്യിലേക്ക് കിട്ടുന്നത്. അതിലെന്തോരം ചിലവുണ്ട്. ഇവിടെ വന്നു കഴിയുമ്പോൾ തന്നെ ഇതിൻ്റെ വാടക കൊടുക്കണം, പിന്നെ പിള്ളേരുടെ ഓരോരോ ചിലവുകൾ, അതുകൂടാണ്ട് പലചരക്കടയിൽ പറ്റ്, അത് ഒരു മാസം മൊത്തം കൊടുത്തു കഴിയുമ്പോൾ തന്നെ ഒരു പരിധി അങ്ങ് തീരും. ഇത് പിന്നെ കേശുവിൻ്റെ പഠിപ്പ്, പാറുവിൻ്റെ പഠിപ്പ്, പിന്നെ ശിവയാണെങ്കിൽ അവിടെ ചെന്നൈയിൽ നിന്ന് പഠിക്കുക, ഹോസ്റ്റൽ ഫീസ്, പിന്നെ അവിടെ ഫുഡിൻ്റെ അക്കോമഡേഷൻ്റെ ഒക്കെ ഫീസ്, ഇതൊക്കെ ഇങ്ങനെ പോവില്ലേ? ഇതെല്ലാം ഇതിൽ നിന്നല്ലേ പോണത്. അപ്പം ഞാൻ തരണതാ? ആ, ഞാൻ തരണത് അങ്ങോട്ട് തിരിച്ച് വാങ്ങിച്ചോണ്ട് പോവാറുണ്ട്. പിന്നെ ഇപ്പൊ കുറച്ച് ഭേദമുണ്ട്, അതുകൊണ്ട് ഒരു ആശ്വാസമാണ് കേട്ടോ. അല്ലെങ്കിൽ കടം മേടിക്കേണ്ടി വരും പുറത്തുനിന്ന്. നീലുവേ, നിർത്ത്, കേട്ടിട്ട് തല ഇറങ്ങണം. ഇങ്ങനെ പോയാൽ എനിക്ക് എന്തെങ്കിലും അസുഖം പറയും കേട്ടാ. നീ ആ ഹെൽത്ത് ഇൻഷുറൻസ് ഒക്കെ കറക്റ്റ് അടയ്ക്കുന്നുണ്ടോ? ഓ, അതൊക്കെ കറക്റ്റായിട്ട് അടയ്ക്കുന്നുണ്ട്. ആ, വെള്ളത്തിന്റെ പൈസ, കല്യാണം, പാല് കാച്ച്, നൂലുകെട്ട്, പിന്നെ ജനനം, മരണം, 28 കെട്ട്. ഓ, കെട്ടിക്കെട്ടി വെടിക്കെട്ടോ എവിടെ കയറി പോണത്? ആ, പിന്നെ നമ്മൾ ജീവിക്കുന്നതേ എറണാകുളം സിറ്റിയിലാ. കറക്റ്റ് 1,35,000 രൂപ ഉണ്ടെങ്കിൽ നമ്മൾ ഈ വലിയ കുടുംബത്തിന് ഒരു പരിധി വരെ വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ലാണ്ട് മുന്നോട്ട് പോകാൻ പറ്റും. ദൈവം, പിന്നെ നമ്മളെങ്ങനെ ജീവിക്കണത്? ആ, നമ്മളെങ്ങനെ ജീവിക്കണം? പിന്നെ വർഷാവർഷം വരുന്ന ഉത്സവ പിരിവ്, പിന്നെ ഓണത്തിന് ഡ്രസ്സ് എടുക്കണില്ലേ? നമ്മൾ ഇത്രയും പേർക്ക് ഡ്രസ്സ് എടുക്കുമ്പോൾ തന്നെ 50,000 രൂപയാ. വല്ല അറിയാനുണ്ടോ? ശ്രീകുട്ട, നീ മുങ്ങിയാടാ അവിടെ? ഞാൻ ഇവിടെ ഉണ്ട്. ആ, നീ അവിടെ ഉണ്ടായിട്ട് കാര്യമൊന്നുമില്ല. ഇതൊക്കെ ഒന്ന് കേൾക്കണം. ഇതൊക്കെ ഇനി നിങ്ങൾ ജീവിതം തുടങ്ങിയിരിക്കുക. ഇപ്പൊ ശ്രദ്ധിച്ചില്ല, എപ്പൊ ശ്രദ്ധിക്കാനാ? ആ, പിന്നെ നിങ്ങക്ക് പിള്ളേരൊന്നും ആയില്ലല്ലോ, അതേ കേട്ടോ. ഇവിടെ പിള്ളേർക്ക് ഇടയ്ക്കിടയ്ക്ക് വയ്യാണ്ടാവും, അന്നേരം ഹോസ്പിറ്റലിലേക്ക് എടുത്തോണ്ട് പോകും, അന്നേരം നല്ലൊരു എമൗണ്ട്. അതുകൂടാണ്ട് ഇവർ ഇടയ്ക്കിടയ്ക്ക് ഓർഡർ ചെയ്യലുണ്ട്, സ്പെഷ്യൽ ഫുഡ്. അപ്പൊ തന്നെ 2,500-3,000 രൂപയ്ക്കാണ് ഒറ്റയടിക്ക് അങ്ങ് പോണത്. ഇതെല്ലാം പോട്ടെ നോക്കാം, ഇടയ്ക്ക് ദാനധർമ്മമുണ്ട്. അപ്പൊ ഇടയ്ക്കിടയ്ക്ക് ആരെങ്കിലും ഒക്കെ എന്തെങ്കിലുമൊക്കെ വന്ന് ചോദിക്കുമ്പോൾ കൊടുക്കും. നമ്മൾ ഈ 3-4 നേരം ഭക്ഷണം കഴിക്കുമ്പോൾ വല്ലപ്പോഴാണെങ്കിലും കൊല്ലത്തിലും അവർക്ക് എന്തെങ്കിലും കൊടുത്താൽ അത് വലിയ നഷ്ടമൊന്നും അല്ലല്ലോ. അങ്ങനെ ചെലവോട് ചെലവാ. നീ പിന്നെ എവിടെ കയറി പോയാടാ? കട്ടഞ്ച്. ആ, അവനൊന്നും കേൾക്കണ്ടല്ലേ? കേട്ടോണ്ടിരിക്കുന്നു. ആ, അതുകൂടാണ്ട് വേറൊരു കാര്യമുണ്ട്. ഇടയ്ക്കിടയ്ക്ക് ഞാൻ വീട്ടിൽ പോകുമ്പോ അമ്മയ്ക്ക് എന്തെങ്കിലുമൊക്കെ കൊടുക്കും. ആ, പിന്നെ നിങ്ങള് വീട്ടിൽ പോകൂലേ 6 മാസം മുമ്പോ നെയ്യാറ്റിൻകരയില്, അന്നേരം ടാക്സി വിളിച്ചാ പോണത്. ഈ ടാക്സിക്ക് എത്ര രൂപ വേണമെന്ന് വെച്ചേട്ടാ? പിന്നെ അവിടെ ചെയ്യുമ്പോൾ ആൾക്കാരുടെ മുമ്പിൽ വലിയ ആളാവാൻ വേണ്ടിയിട്ട് ഒരു കൊടുപ്പുണ്ട്, അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ 2,000-1,000 ഒക്കെ. അതും എന്റെ കയ്യിൽ നിന്ന് തന്നെയാ പോണത്. അതൊക്കെ എവിടെ നിന്ന് വരണമെന്ന് ആലോചിച്ചിട്ടുണ്ട് എപ്പോഴെങ്കിലും. ഇത് എങ്ങോട്ട് പോണ്? തള്ളിപ്പിടിച്ച് കൊടവരെ കൊണ്ട് അങ്ങോട്ട് നടക്ക്. കുഞ്ഞുങ്ങളുള്ള വീടാ, അവർക്ക് എന്തുമാത്രം ചെലവുണ്ടെന്ന് ശ്രദ്ധിച്ചിട്ടുണ്ടാ? അവരുടെ ബേബി ഫുഡ്, ചീപ്പ്, സോപ്പ്, അതുകൂടാണ്ട് ഉടുപ്പ്. എപ്പോഴും ഉടുപ്പ് വേണം, കാരണം 1 മാസം കഴിയുമ്പോൾ ആ കൊച്ചു പിന്നെ ഹൈറ്റ് വെക്കും, അപ്പോൾ പുതിയ ഉടുപ്പ് മേടിക്കേണ്ടി വരും. ഇതൊക്കെ ചെലവ് തന്നെ. ഒരു കാര്യം ചെയ്യ്, എല്ലാം കൂടെ പോയി റെയിൽവേ സ്റ്റേഷനിൽ കിടാ. ഓ, പിന്നെ പ്രശ്നമല്ലേ? റെയിൽവേ സ്റ്റേഷനിൽ പോയി കിടന്നാലും ചെലവ് തന്നെയാണെന്നേ, വാടക കൊടുക്കണ്ടെന്നേ ഉള്ളു. ഈ ചെലവൊക്കെ അപ്പോഴും ഉണ്ടല്ലോ അതേപോലെ തന്നെ. പിന്നെ അത് പറഞ്ഞപ്പോഴാണ് വേറൊരു കാര്യം ആലോചിച്ചത്. ഇവിടെ എല്ലാവർക്കും ഉണ്ട്. എന്തടാ നേരെ നിക്കടാ, വളഞ്ഞു പോയി ഇത്രയും കേട്ടപ്പോഴത്തേക്കും. ഇവിടെ എല്ലാവർക്കും ഫോണുണ്ട്. ഈ വീട്ടിൽ ഫോണില്ലാത്തത് ആ കുഞ്ഞു പിള്ളേർക്ക് മാത്രമേ ഉള്ളൂ. ആ 2 കുഞ്ഞു പിള്ളേർക്ക് ഒഴിച്ച് ബാക്കി എല്ലാവർക്കും ഫോണുണ്ട്. ഇതൊക്കെ റീചാർജ് ചെയ്യണം. എത്ര രൂപ വേണമെന്ന് വിചാരിച്ചിട്ടാണ്? പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഇവനുണ്ട്, എല്ലാത്തിനും ഉണ്ട്. ഇവിടെ പുതിയ ഫോൺ വരുമ്പോ അപ്പ വേണം പുതിയ ഫോൺ. അതിന് EMI ഇടയ്ക്കിടയ്ക്ക് വേറെ ആരെങ്കിലും കൊണ്ടേ കൊടുക്കുവോ? അതും ഈ 62,000 കൊടുക്കണത്. എന്ത് കേട്ടപ്പോഴേ അയ്യോ, ശരിക്കേ ഇതെങ്ങോട്ട് പോവാൻ? ഇങ്ങനെ ഉണ്ടാടേ വരവ് ചെലവുകള്. കേട്ടാ അമ്മ പറഞ്ഞത്? കേട്ടാ മക്കള്? കേട്ടോണ്ട് നിൽക്കാൻ പോലുള്ള ത്രാണിയില്ല അല്ലേ? ഈ പറഞ്ഞതാണ് നമ്മളെ ജീവിതം.